Hello guys, നമ്മൾ പോകാൻ പോകുന്ന റിസോർട്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ മിസ്റ്റി പീക്ക് ഭയങ്കര രസമാണ് ഗൈസ്. പാർക്കുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പൊ നമുക്ക് പോവാം നേരെ വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ന്യൂ ഇയർ ആണ്. അപ്പോൾ എന്തായാലും ഹാപ്പി ന്യൂ ഇയർ എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ സ്നേഹിതർക്കും, ഷഹന വ്ളോഗ്സിലുള്ള എല്ലാ പ്രിയപ്പെട്ട ചങ്കുകൾക്കും, ഈ വീഡിയോ കാണുന്നവർക്കും. ഇന്നിപ്പോൾ എന്തായാലും സാധാരണ ന്യൂ ഇയർ ഒക്കെ നമ്മളിങ്ങനെ ഞാൻ പല സ്ഥലത്തുങ്ങളിലായിരിക്കും പ്രോഗ്രാം. ചിലപ്പം നമ്മൾ നാട്ടിലല്ലെങ്കിലും ചിലപ്പം പുറത്തായിരിക്കും, ദുബായിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. ഇപ്രാവശ്യം എന്തായാലും ഒരു കുടുംബത്തോടു കൂടെ കൂടാന്നുള്ളത് ഉഷാറാക്കാം, അടിച്ച് പൊളിച്ച് തകർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാണ് ഈ പ്രാവശ്യം മിസ്റ്റി പീക്ക് റിസോർട്ടിലേക്ക്. അപ്പോൾ എല്ലാ പ്രോഗ്രാമിനും അടിച്ചു പൊളിക്കും പോലെ ഈ പ്രാവശ്യം ഞാനും എൻ്റെ കുടുംബം ഒരു ദിവസം നമ്മൾ ഒരുമിച്ച് റിയാദ് സീസണിലാണ് ഞാനും ഷാറസും. അന്ന് എൻ്റെ പൊന്നോമന മക്കളില്ല, അന്ന് അവർ നാട്ടിലുള്ള. ഈ പ്രാവശ്യം പൊളിച്ച് തകർക്കാൻ വേണ്ടി ഡാൻസ് പാട്ട് എൻജോയ്. ഇൻഷാല്ലാ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം നേരുകയാണ്. 2025 നല്ലൊരു പുതുവർഷമാവട്ടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറത്തറ മിസ്റ്റി പീക്ക് റിസോർട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 ആഴ്ചൻ്റെ മേളിലായി വീഡിയോ എടുത്തിട്ട്, അറിയാലോ ജനുവരി 18 അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു മൂഡ് സ്വിങ്സ് പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇൻഷോട്ടിലേക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇൻഷോട്ടിലേക്കൊന്ന് പോകാനും എഡിറ്റ് ചെയ്യാനൊന്നും ഒരു മൂഡില്ലായിരുന്നു. വീഡിയോ എഡിറ്റിംഗ് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പുറകിൽ എത്ര എഫേർട്ട് ഉണ്ട് നിങ്ങൾ അറിയില്ല. അപ്പോൾ എനിക്കതൊരു മടി പിടിച്ച കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞാനിന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ നെച്ച് ഗൾഫിൽ നിന്ന് വരുന്ന വീഡിയോ ആണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ. ഭയങ്കര എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. പിന്നെന്താ, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ വീഡിയോ കണ്ടോളൂ കേട്ടോ. Where's the parking? Parking എവിടെ? Very nice place. റൂമേ ഒരു സ്ഥലത്ത് കേട്ടെ സിനോട്ടിന് അഭിജില്ലേ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ നടക്കുന്നത് റൂം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾക്ക് കാണിച്ചെന്ന റൂമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. അപ്പോൾ ജസ്റ്റ് വേറൊരു റൂം കാണിച്ചു തന്നു. അവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അതാ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. ചെക്ക് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഈ ഒരു കോട്ടേജ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ താഴെ ഒരു ലിവിങ് സ്പേസും പിന്നെ ഒരു ചെറിയ കിച്ചൺ ആയിട്ടും, പിന്നെ മേളിൽ അപ്സ്റ്റെയറിലാണ് പിന്നെ 2 ബെഡ്റൂം വരുന്നുണ്ടായിരുന്നേ. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമായിരുന്നു കേട്ടോ. താഴെ റെസ്റ്റോറൻറ്റിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓരോ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നമ്മളെ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പം നെച്ചു ആദ്യം പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കാർ എടുത്ത് വരിക കേട്ടോ.
അതാ താഴെ ലൈറ്റ് കാണുന്നിടത്താണ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ നമ്മൾ 2024-2025 പോവുകയാണ് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളുള്ളത് മിസ്റ്റി കോഫി ഡേയിലാണ്. Yes. Come. അപ്പം ഞങ്ങളിപ്പോൾ ഈവനിങ് ടീയും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കാമെന്ന് വെച്ച് പോയതാണ്. ഡിന്നറിനൊന്നും ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. ഗ്രീൻ ടീ നമുക്ക് ഗ്രീൻ ടീ നിന്റെ ഇഷ്ടപ്പെട്ട സാധനം. അല്ല ഗ്രീൻ ഓഹോ ജിഞ്ചർ ടീ മതി എനിക്ക്. അതെയോ? നിനക്കെടുത്താ പിടിച്ചു. അങ്ങനെയൊക്കെ വന്ന് ജിഞ്ചർ ടീ ഇട്ടിട്ടോ. മേലെ പോവാ. പിന്നെ അതിൽ കാണിക്കുന്ന ആ ഒരു ബ്ലാക്ക് ടീഷർട്ടും പാൻറ്റിട്ട് അവരാണ് കേട്ടോ ഇതിൻ്റെ ഓണർ. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും നെച്ചിൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെയാണ് ഞങ്ങളോട് വന്നത് കേട്ടോ ഈ റിസോർട്ടിൽ. പിന്നെ ഇതിന് തൊട്ട് താഴെ മ്യൂസിക് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെച്ച് നല്ല പാട്ടൊക്കെ ഇവിടുന്ന് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ സ്ഥിരം പെർഫോം ചെയ്യുന്ന 2 പേര് ഉണ്ട്. അവരെ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു 2 പേരെ പെർഫോമൻസും. അപ്പോൾ സ്നാക്സൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താഴെ മ്യൂസിക് പ്രോഗ്രാം നടക്കുന്ന അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ അന്നവിടെ പാടാൻ വന്നിട്ടുള്ളത് വയനാട്ടുകാരിയായിട്ടുള്ള ഒരു സിംഗറാണ്. മിൻഹ എന്നാണ് പേര് കേട്ടോ. ആൾ +2 പഠിക്കുകയാണ്. ഔട്ട്സ്റ്റാൻഡിങ് സിംഗറായിരുന്നു കേട്ടോ. നല്ല വോയിസ്. അതിനേക്കാളൊക്കെ ഏറെ ആൾ നല്ല സ്മാർട്ടായിരുന്നു. പിന്നെന്താ, അപ്പോൾ കോപ്പിറൈറ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് ചില പെർഫോമൻസൊക്കെ ഇതിൽ കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ. तुम
മർഡൻ 2 എന്ന സിനിമയിലാണ്. അപ്പൊ അതില് ഇബ്രാഹിം വേണ്ടി ആകെ 2 ലൈൻസ് അർജിത് സിംഗിന് പാടാൻ പറ്റിയിട്ടുള്ളൂ. ഈ 2 ലൈൻസ് കൊണ്ടാണ് അർജിത് സിംഗ് ഫീൽഡിലേക്ക് വന്നത്. പിന്നെ അദ്ദേഹം ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടാണ് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണ്, കൂടെ പാടില്ലേ? ഇടില്ലേ? പാടില്ലേ? എല്ലാവർക്കും പാടാം. താങ്ക് യു സോ മച്ച്. फ्रूट कट का मतलब फ्रूट कट അപ്പോൾ ഡിന്നറെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പ്രോഗ്രാം ഫയർ വർക്ക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. കുറച്ച് താഴേക്ക് നടന്നൊരു ഗ്രൗണ്ട് പോലൊരു സ്ഥലമായിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് അവിടെ എന്താ എന്നുള്ള ശരിക്കുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഏർലി മോർണിംഗ് തിരിച്ച് വരികയും ചെയ്തു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എന്തൊക്കെയാ കേക്ക് കട്ടിങ് അത് കഴിഞ്ഞ്
അപ്പോൾ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീനോട്ടി അമ്പിളിയും കൂടെ പൂളിലൊക്കെ ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ കുളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലക്കി ഡ്രോ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് പോവാം. അത് നേരത്തെ ഫുഡ് കഴിച്ചില്ല റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ഏരിയയിലായിരുന്നു കേട്ടോ ഈ പരിപാടി നടക്കാൻ പോകുന്നത്. എടുത്ത് വലിച്ചെറി കൈന്ന് ചെയ്യും. ഈ സാധനം നീ ഉണ്ടാക്കുന്നത് എനിക്ക് പറ്റില്ല. സുമ്പട തിട്ട സുമ്പടത്തിട്ട അപ്പോൾ ഫയർ കഴിഞ്ഞു, കേക്ക് കട്ടിങ് കഴിഞ്ഞു. അടുത്തതാണ് കേട്ടോ എന്താ ലക്കി ഡ്രോ. എന്തായാലും നമ്മൾ ന്യൂ ഇയർ അടിച്ചു പൊളിച്ച് തകർത്തു. മാഷാല്ല മാഷാല്ല വേറെ ലെവലിനായി അല്ലേ. അടിപൊളി. ലക്കി ഡ്രോ ഞങ്ങളെ പേരുണ്ടോ നോക്കട്ടെ കേട്ടോ. Rohit 201. അവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം, അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടെ ആ റൂമിൽ കിടന്നു. രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. ഫുൾ ഗ്രീനറിയാണ്. അപ്പുറത്തുള്ള കോട്ടേജിലൊന്നും ആണില്ല. അതാണ് ഞങ്ങളിന്ന് കോട്ടേജ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ബ്രെഡും ജാം കോൺഫ്ലെക്സ്. ഗുഡ് മോർണിംഗ്. പുട്ട്
മുട്ടുണ്ട് കേട്ടോ. കിട്ടണോ? ഇതാ എന്താ പറയുക, ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ it's my favorite. Okay. Thank you. എന്താ ഓർഡർ? അപ്പോൾ ഞങ്ങൾ മിസ്റ്റി പീക്ക് റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ടൈമൊന്നും ആയിട്ടില്ല, പക്ഷേ സിനുട്ടിക്ക് സ്കൂളുള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോവാം. ഇതെല്ലാം കാറിൽ കൊണ്ടുവെക്കണം. മുമ്പിലൊക്കെ നല്ല വ്യൂ ആയിരിക്കും. ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഒരു പുതിയ നല്ല വ്യൂ ആയിരിക്കും. ശരി. സ്ലൈഡ് പോട്ടെ, പാൻറ് നാശമാവും. നെച്ച് പോകാൻ വേണ്ടി റെഡി ആയിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ പൂള് കൂടെ ഒന്ന് കാണിച്ചിടാം. അപ്പോൾ മിസ്റ്റി പീക്കിൽ പോയൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു ബിഹേവിങ് ആണെങ്കിലും അവിടുത്തെ സ്റ്റേ ആണെങ്കിലും അവിടുത്തെ ഫുഡ് എടുത്തു പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ ക്വാളിറ്റി എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു അഫോർഡബിളായിട്ട് ഉള്ളൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേ വയനാട്ടിൽ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ മിസ്റ്റി പീക്ക്. ഞങ്ങൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മുഴുവനായിട്ടൊന്നും അവിടെ കാണിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒന്നും എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ഇതന്നെ ഞങ്ങൾ നേരത്തെ രാവിലെ ഏർലി മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളെ സ്കൂളും കൂടെ നോക്കണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എന്നോട് തന്നെ വരാം. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.
നമ്മുടെ ന്യൂ ഇയർ വൈകിട്ട് പോയി ചായ കുടിക്കണം അല്ലേ? വൈകിട്ട് എന്താ പരിപാടി? വൈകിട്ട് പോയി ചായ കുടിക്കണം.